ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചീനീസ് കിച്ചൺ. ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് നാടൻ വെജിറ്റബിൾ, വിഷരഹിതമായ പച്ചക്കറികൾ, ഓർഗാനിക് പച്ചക്കറികളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഞങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങുന്നൊരു ഷോപ്പാണ്, വർഷങ്ങളായിട്ട് വാങ്ങുന്നൊരു ഷോപ്പാണ്. അപ്പോൾ അതിനെപ്പറ്റി പറയാൻ കുറച്ച് വൈകിപ്പോയി. സ്ഥിരമായിട്ട് നമുക്ക് കുക്കിങ്ങിന് വേണ്ട എല്ലാ വെജിറ്റബിളും നമുക്ക് തരുന്നത് നമ്മുടെ സൈമൺ ചേട്ടനാണ് കേട്ടോ. അപ്പോൾ സൈമൺ ചേട്ടൻ ചാലക്കുടിയിൽ നിന്നാണ് ഈ പച്ചക്കറികളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ നമുക്ക് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, അതായത് കത്തിരിക്കടവ് തമ്മന റോഡ് കയറിയ ഉടനെ തന്നെയാണ് കേട്ടോ ചേട്ടൻ്റെ ഷോപ്പ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടുന്ന് വന്ന് വാങ്ങാൻ സൗകര്യമുള്ളവർക്കൊക്കെ വന്ന് വാങ്ങാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ നല്ല നാടൻ വെജിറ്റബിൾ, നമ്മുടെ സീസൺ അനുസരിച്ച് നമുക്ക് ഏത് സീസണാണോ ഇപ്പോൾ ഉള്ള ആ സീസൺ അനുസരിച്ചിട്ടുള്ള വെജിറ്റബിളും പറ്റുന്നത്ര ഫ്രൂട്ട്സുകളും നമുക്ക് അവിടെ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് ഞാനും നിഷി വാങ്ങുക ഇവിടെ നിന്ന് തന്നെയാണ്, സൈമൺ ചേട്ടൻ്റെ കടയിൽ നിന്നാണ്. വർഷങ്ങളായിട്ട് നമുക്ക് പരിചയമുണ്ട് ചേട്ടനെ. അപ്പോൾ അതുപോലെ തന്നെ വളരെ നല്ല പച്ചക്കറികൾ, നല്ല നമുക്ക് മിതമായ വിലയ്ക്ക്, അതായത് നാടൻ പച്ചക്കറി എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് വളരെയധികം പൈസ കൊടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ അതൊന്നുമില്ല, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള വിലയ്ക്ക് തന്നെ ഇത്രയും നല്ല പച്ചക്കറി ഫ്രഷ് ആയിട്ട് അന്ന് പൊട്ടിച്ച പച്ചക്കറികളാണ് അന്ന് ഈവനിങ് ചേട്ടൻ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് തരുന്നത് കേട്ടോ. അപ്പോൾ അവർ ഒരു 3 മണി 4 മണിക്കാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ ഒരു 3-3:30ക്കാണ് കട ഓപ്പൺ ആവുള്ളൂ. രാവിലെ ഉണ്ടാവാറില്ല കണ്ടോ. അപ്പോൾ പച്ചക്കറികളെ പറ്റി പറയാൻ വെച്ചാൽ പച്ചമുളക്, വെണ്ടയ്ക്കൊക്കെ നമ്മൾ വീട്ടിൽ പണ്ട് കഴിച്ച അതേ സ്വാദിൽ തന്നെ നമുക്കിപ്പോൾ വീടുകളിലൊക്കെ വളർത്തുമ്പോൾ നമ്മൾ കഴിച്ച ആ സ്വാദൊക്കെ നമുക്കിപ്പോൾ ഓർമ്മ വരും കേട്ടോ. അപ്പോൾ സീസൺ അനുസരിച്ചിട്ടുള്ള എല്ലാ പച്ചക്കറിയും, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, ഇപ്പോൾ കടച്ചക്കയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ കടച്ചക്ക വന്നിട്ടുണ്ട്. അതുപോലെ പടവലങ്ങ വളരെ ടേസ്റ്റിയാണ്, അതും നല്ല മൂക്കാത്ത കിളുന്ത് പടവലങ്ങ. അതുപോലെ തന്നെ അതാ നാടൻ തക്കാളി, ഇളവൻ, പിന്നെ അതാ ഇവിടെ വാഴയുടെ കുടപ്പൻ, ഇതൊക്കെ സ്ഥിരം കൊണ്ടുവരുന്ന പച്ചക്കറികളാണ്. അതല്ലാതെ ഇപ്പോൾ അതൊക്കെ ചേട്ടൻ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. ചേട്ടൻ കൊണ്ടുവന്ന് പച്ചക്കറിയൊക്കെ അറേഞ്ച് ചെയ്യുന്നേ ഉണ്ടായുള്ളൂ. എപ്പോഴും ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ വീഡിയോ ഞാൻ എടുക്കാറില്ല കേട്ടോ. അപ്പോൾ അന്ന് പോയപ്പോൾ പച്ചക്കറി വന്നിട്ടേ ഉള്ളൂ, അധികം തിരക്കും ഉണ്ടായിരുന്നില്ല. കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാനും നിഷയും പോയിട്ട് എടുക്കുന്നുണ്ട്. കണ്ടോ, വഴുതിനിങ്ങൊക്കെ കൊണ്ടുവച്ചൊക്കെ അന്നാന്ന് രാവിലെ പറിക്കുന്ന പച്ചക്കറി തന്നെ നമ്മുടെ കൈകളിലെത്തും. അതും വളരെ നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഒന്നും കേടുവന്നതോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നല്ല കിളുന്ത് പടവലങ്ങയൊക്കെ പറയുകയാണെങ്കിൽ നല്ല കിളുന്ത് പടവലങ്ങയാണ് കേട്ടോ. ഒന്നും മൂക്കാത്ത പടവലങ്ങകളാണ്. ഇതാ പീച്ചിങ്ങ കൊണ്ടുവന്ന് ചേട്ടനൊക്കെ വയ്ക്കുന്നേ ഉള്ളൂ. പീച്ചിങ്ങ അതെ നല്ല കിളുന്ത് പീച്ചിങ്ങയായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാ വീക്കെൻഡും പോയിട്ട് ഒരാഴ്ചക്കുള്ള പച്ചക്കറി വാങ്ങി വെക്കും. അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാൻ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതും പലതും ഇവിടെ ചേട്ടനുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ സീസൺ അനുസരിച്ച് ചക്കയൊക്കെ വരട്ടാനായിട്ട് ചേട്ടനാണ് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരിക. അതുപോലെ തന്നെ നല്ല നാടൻ ശുദ്ധമായ വെളിച്ചെണ്ണയും നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതും ഞങ്ങൾ ചേട്ടൻ തന്നെയാണ് കേട്ടോ ഇവിടുന്ന് കൊണ്ടുവന്ന് തരിക. ചക്കയുടെ സീസൺ ആണെങ്കിൽ ചക്ക, അതുപോലെ കണി വെക്കാനുള്ള എല്ലാ സാധനവും ചേട്ടൻ കൊണ്ടുവന്ന് തരും. ഇപ്പോൾ പപ്പായ എല്ലാ ആഴ്ചയും ഞങ്ങൾ വാങ്ങും. എന്താ വെച്ചാൽ അത്രയും രുചികരമായ പപ്പായാണ്. ഇതാ ചക്കക്കുരു ഉണ്ട്, പഴുത്ത പപ്പായ കണ്ടോ. അപ്പോൾ നല്ല പപ്പായയും എല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ വാങ്ങുക. പിന്നെ ഇതാ പടവലങ്ങ എപ്പോഴും കൊണ്ടുവരുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റും നല്ലൊരു ടേസ്റ്റിൽ തന്നെ പടവലങ്ങ കിട്ടും. നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങുമ്പോൾ മൂത്തട്ടൊക്കെയാണ് കിട്ടാറ്. നാടൻ പഴം ഉണ്ടായിരിക്കും, റോബസ്റ്റ് പഴം, ഞാലിപ്പൂവൻ, അതുപോലെ തന്നെ നാടൻ മുട്ട. പിന്നെ ഇത് മാത്രമല്ല, അവർ തൊട്ടന്നെ നാടൻ ഇതിൻ്റെ നമുക്ക് മുളക്, മല്ലി, അതിൻ്റെയൊക്കെ ഒരു ഷോപ്പും കൂടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ റാഗിയൊക്കെ ഞാൻ ഇപ്പോൾ പൊടിക്കാറേ ഇല്ല കേട്ടോ. ഇപ്പോൾ സ്ഥിരമായിട്ട് അവിടെ നിന്ന് തന്നെയാണ് വാങ്ങാം. നമുക്ക് വിശ്വസിച്ച് വാങ്ങാം. നമുക്ക് അത്രയും പരിചയവും അനുഭവം കൊണ്ടും നമ്മൾ പറയുന്നത് വളരെ വിശ്വസിച്ച് വാങ്ങാം. റാഗി, അതുപോലെ തന്നെ അച്ചപ്പം, കൊഴലപ്പം, സ്നാക്സ്, മുളക്, മല്ലി, അരിപ്പൊടി, അരി, അത്യാവശ്യം അങ്ങനത്തെ സാധനങ്ങളെല്ലാം അപ്പുറത്ത് വേറെ ഷോപ്പിലുണ്ട്. നാടൻ വെളിച്ചെണ്ണ. ഇപ്പോൾ കായ ഇവിടുന്ന് വാങ്ങിയിട്ട് ഞാൻ എപ്പോഴും ഞങ്ങൾ രണ്ടുപേരും വറക്കും കേട്ടോ. വറക്കാനുള്ള കായ പറഞ്ഞ ചേട്ടൻ നല്ല മൂത്ത കായ നോക്കി നമുക്ക് എടുത്തു തരാറുണ്ട്. വെളിച്ചെണ്ണയും നല്ല നാടൻ വെളിച്ചെണ്ണ കിട്ടും. അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെ സെയിലും ഞാൻ ഇവിടുന്ന് വെളിച്ചെണ്ണ വാങ്ങിയിട്ടാണ് കേട്ടോ തലയിലെ ഹെയർ ഓയിലിൻ്റെ ഒക്കെ സെയിൽ നടത്തുക. കണ്ടോ, ഇപ്പോഴത്തെ സീസൺ ഫ്രൂട്ട്സായി റംബൂട്ടാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ചില സമയത്ത് ക്യാബേജ്, കോളിഫ്ലവറൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. കുക്കുംബറും വളരെ കിളുന്ത് കുക്കുംബറാണ് കേട്ടോ, തൊലിയും കൂടെ കളയണ്ട. പിന്നെ അത് നല്ല നാടൻ കപ്പ വന്നിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിളിനെ പറ്റി നമുക്ക് ഇഷ്ടം പോലെ വെജിറ്റബിൾ സീസൺ അനുസരിച്ച് ഫ്ലാറ്റിലാണെങ്കിലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ അറിയാറില്ല. അതുപോലെ തന്നെ കുടംപുളി നല്ല ഇവിടെ തന്നെ വാങ്ങി മീൻ കറിയിൽ ഇടാറ് കേട്ടോ. നല്ല ടേസ്റ്റിൽ രുചികരമായ ഒരു ചൊവയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉണക്കിയിട്ടുള്ള കുടംപുളി തന്നെയാണ് ആവശ്യത്തിന് ഇവിടുന്ന് വാങ്ങാറ്. പിന്നെ ഇപ്പം ഇന്ന് ഞാൻ കുറച്ച് വെജിറ്റബിളൊക്കെ കയ്യിലുണ്ട്, അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വാങ്ങിയിട്ടുള്ളൂ. കുമ്പളങ്ങ, വെണ്ടയ്ക്ക, നാടൻ ഇഞ്ചി ഉണ്ട്. ഒരുവിധം എല്ലാ സാധനങ്ങളും നമുക്ക് കടയിൽ കിട്ടും. പപ്പായ, അതുപോലെ തന്നെ നല്ല മത്തങ്ങ തൊലിയൊന്നും കളയാതെ നല്ലോണം വാഷ് ചെയ്താണ് കേട്ടോ കറിയിലിടുക. അത്രയും കിളുന്ത് മത്തങ്ങയാണ്. പിന്നെ ഇതാ റാഗി പൊടി വാങ്ങിയിട്ടുണ്ട്, വെളിച്ചെണ്ണ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ആഴ്ചത്തെ ഷോപ്പിങ്ങിൽ ഇത്രേ വാങ്ങിയിട്ടുള്ളൂ, പച്ചക്കറി ഇരിക്കുന്നതുകൊണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും പോവുക. അതിൽ ഫോൺ നമ്പറൊക്കെ ഉണ്ട്. താങ്ക്